Hello, welcome back to our channel. നമ്മൾ കൂടുന്നത് പുതിയ മോഡൽ ഏതറിൻ്റെ റിസ്ത സെഡ് ആണുള്ളത്. ഇത് പറയാൻ കാരണം ഏതറിൻ്റെ റിസ്ത എസ് ഉണ്ട്, അതേപോലെ തന്നെ ഏതറിൻ്റെ റിസ്ത സെഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള ഏതറിൻ്റെ റിസ്ത സെഡ് തന്നെയാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇന്ന് ഇവൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഓടിച്ചുകൊണ്ടുള്ള കുറച്ച് എക്സ്പീരിയൻസും നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഇതിൻ്റെ മോട്ടറിൻ്റെ സെക്ഷനിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4.3 ഒരു മോട്ടറാണ് ഇതിൽ വന്നിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ടോർക്ക് എന്ന് പറയുമ്പോൾ 22 Nm ടോർക്കാണ് ഈ വണ്ടിക്ക് വരുന്നത്. നമുക്ക് മുന്നം ഏതറിൻ്റെ 450 XL എന്ന് പറയുമ്പോൾ കുറച്ചുകൂടിയും കൂടുതലാണ് ഇതിൻ്റെ ടോർക്ക് ഉണ്ടായിരുന്നത്. ഇതൊന്നും കൂടിയും ഫാമിലി ഓറിയൻറ്റഡ് പർപ്പസ് വണ്ടിയായിട്ടാണ് ഈ വണ്ടി ഇത് ഇറക്കിയിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് ടോർക്ക് കുറവായിരിക്കും. ഏതറിൻ്റെ റിസ്ത എസ് എന്ന് പറയുന്ന ഒരു മോഡലിൽ 2.9 ബാറ്ററിയാണ് വരുന്നത്. ഇതെന്ന് പറയുമ്പോൾ 3.7 kW ഒരു ബാറ്ററി കൂടിയാണ് ഇതിൽ വരുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ടയറിൻ്റെ സെക്ഷനിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സൈഡിലത്തെ ടയർ 90 സൈസും അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ 180 സൈസുമാണ്. ട്യൂബ്ലെസ് ടയേഴ്സ് തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ബ്രേക്ക് സെക്ഷനിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്കാണ് ഈ വണ്ടിയിൽ വരുന്നത്. 200 mm ഡിസ്ക് ബ്രേക്കും ബാക്ക് സൈഡിൽ ഡ്രം ബ്രേക്കാണ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ 450 XCനെ വെച്ച് നോക്കുമ്പോൾ ഒന്നുകൂടിയും ബ്രേക്ക് ബൈറ്റ് കുറവായിരിക്കും. ഇപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളൊരു റൈഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രേക്കിങ്ങിൽ ഒന്നുകൂടിയും കംഫർട്ടായിട്ട് തന്നെ തോന്നും കേട്ടോ. ദെൻ ഫ്രണ്ട് സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. ബാക്ക് സൈഡിൽ മോണോഷോക്കാണ് വരുന്നത്. അതുപോലെ ഹെഡ്ലൈറ്റിൻ്റെ സെക്ഷനിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിസിബിലിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് തന്നെയാണ്. ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഭാഗത്തെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും കൊള്ളാം. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമെന്നുള്ളതുള്ളൂ. കണ്ടില്ലേ, നമുക്ക് ഇവിടുത്തെ ഈ സ്പേസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമുക്ക് ഇവിടുത്തെ ഈ കാലൊക്കെ വെക്കുന്നിടത്ത് ഈ സ്പേസ് കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ ഇപ്പോൾ 450 XCനെ സംബന്ധിച്ച് ഇത് വെച്ച് നോക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. കണ്ടില്ലേ, ഇത് ഒന്നുകൂടിയും ഇവിടെ നമുക്ക് ഗ്യാപ്പ് കൂടിയിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ എന്താ പറയുക, ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഭയങ്കര വലിയൊരു ബൂട്ട് സ്പേസ് തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. നമുക്കിത് ഈ സീറ്റ് പൊക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് കാണാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് പതുക്കെ ഇങ്ങനെ പൊക്കാൻ പറ്റും. ഇതൊരു എക്സ്ട്രാ ഒരു ഫീച്ചറാണ് വന്നിരിക്കുന്നത്. ഇത് വലിയൊരു ബൂട്ട് സ്പേസ് തന്നെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ നമ്മളുടെ വണ്ടിയുടെ ഷാസി നമ്പർ നമുക്കിത് ഇവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വന്നിട്ട് ആരെങ്കിലും ഷാസി നമ്പറൊക്കെ തപ്പുണ്ടെങ്കിൽ മറക്കണ്ട, ഇവിടെ ഒന്ന് നോട്ട് ചെയ്താൽ മതി. വേണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലും എന്തെങ്കിലും വയ്ക്കാം. കണ്ട, അത്രയധികം സ്പേസാണ് ഈ ഒരു സെക്ഷനിൽ തന്നെ വന്നിരിക്കുന്നത്. 34 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയാനുണ്ടെങ്കിൽ 22 ലിറ്ററിൻ്റെ ഒരു ഫ്രങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഫ്രണ്ട് സൈഡിൽ ഇവിടെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഒരു ബാഗ് പോലെ ഒരു സാധനം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതും ചേർത്ത് നമുക്ക് ടോട്ടലി 56 ലിറ്ററോളം ഇതിൽ നമുക്ക് ബൂട്ട് സ്പേസ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്ക് സെക്ഷനിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇതിൻ്റെ ടെയിൽ ലൈറ്റിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കൊള്ളാം, നീറ്റായിട്ടുള്ളൊരു ടെയിൽ ലൈറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒന്നും കൂടിയും ഏജ്ഡൊക്കെ ആയിട്ടുള്ള ഒരാളെ ഈ വണ്ടിയിൽ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പില്യണ് ഭയങ്കര കംഫർട്ടാണ് ഇതിൽ കൊടുക്കുന്നത്. ഇപ്പോൾ പില്യൺ ബാക്കിലേക്ക് പോവാതിരിക്കാനായിട്ട് കണ്ടില്ലേ, ബാക്കിലിരിക്കുന്ന ആൾക്ക് സപ്പോർട്ടീവായിട്ട് ചാരി ഇരിക്കാനും പറ്റും ഈ ഒരു വണ്ടിയിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ സ്വിച്ചസിൻ്റെ സെക്ഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 450 XL എന്താണോ കണ്ടുവന്നത് അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു സെൽഫിൻ്റെ ഒരു സ്വിച്ച് കാണാൻ വേണ്ടി പറ്റും. ഈ സെൽഫിൻ്റെ ഒരു സ്വിച്ചിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് ഈ ഒരു സെൽഫ് നമ്മൾ 3 വട്ടം പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഡിസ്പ്ലേയിൽ വന്ന് കണ്ടില്ലേ, ആഡ് കോൺടാക്ട് ഫ്രം ഏതർ. ഇപ്പോൾ നമ്മളുടെ ആപ്പിൽ നമ്മളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് 3 വട്ടം അമർത്തുമ്പോൾ തന്നെ നമുക്ക് ലൈവ് ലൊക്കേഷൻ ആ ഒരു മൊബൈലിലത്തെ ആപ്പിലേക്ക് ഷെയർ ആവണതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമുക്കിവിടെ മോഡ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. കണ്ടില്ലേ, നമുക്കതിൽ 2 മോഡാണ് വരുന്നത്, സ്മാർട്ട് എക്കോ അതുപോലെ തന്നെ സിപ്പ്. പിന്നെ നമുക്ക് റിവേഴ്സിനായിട്ടുള്ളൊരു സ്വിച്ച് കൂടിയും കാണാൻ വേണ്ടി പറ്റും.
അങ്ങനെ നമ്മൾ ഇപ്പുറത്തെ സൈഡ് എടുത്ത് നോക്കുക, ലെഫ്റ്റ് സൈഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിമ്മ് ബ്രൈറ്റിൻ്റെ ഒരു ഇത് കാണാം. നമുക്ക് വണ്ടി നേരത്തെ വണ്ടിയിൽ കണ്ട പോലെ തന്നെ ജോയ്സ്റ്റിക്ക് കാര്യങ്ങൾ നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റും. ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ ഏതറിൻ്റെ ഒരു ഹോണിൻ്റെ ഒരു സ്വിച്ചും കാണാം. ഏതർ റിസ്ത സെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കളർ വേരിയൻസ് വരുന്നുണ്ട്. പാങ്കോങ് ബ്ലൂ പറഞ്ഞിട്ട്, അതുപോലെ തന്നെ കാർഡമോം ഗ്രീൻ എന്നും പറഞ്ഞിട്ട്, അതുപോലെ തന്നെ ഡെക്കാൻ ഗ്രേ, പിന്നെ ദേ ഈ കാണുന്ന അൽഫോൺസോ യെല്ലോ എന്നും പറഞ്ഞിട്ടുള്ള ഒരു വേരിയൻറ്റ് വരുന്നുണ്ട്. ഈ പറഞ്ഞ വേരിയൻസ് ഒക്കെ ടോപ്പ് വേരിയൻസ് ആണ്. ഇതിൻ്റെ റിസ്ത എസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സിംഗിൾ കളറിലായിരിക്കും ആ വണ്ടികൾ മൊത്തം വരുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഓടിച്ചുകൊണ്ടാവാം. ദേ നമുക്ക് ഏതറിൽ കാണുന്ന ഒരു 7 ഇഞ്ച് ഡിസ്പ്ലേ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഏതർ 450Xൽ കണ്ട പോലെ തന്നെ ഇതിൽ ടച്ച് അല്ല വരുന്നത്, കണ്ടില്ല, നമുക്ക് ടച്ച് അല്ല. ഈ ജോയ്സ്റ്റിക്ക് വെച്ചിട്ടാണ് ഇതിൽ ഫുൾ കൺട്രോളിങ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, കണ്ടില്ലേ, ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം ഈ ജോയ്സ്റ്റിക്ക് വെച്ചിട്ടാണ് ഇതിലത്തെ ഫുൾ കൺട്രോളിങ്. ബാക്കി നമുക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. അപ്പോൾ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുക്കുന്ന ടൈമിൽ തന്നെ ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു വണ്ടിയിൽ അത് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കും അത് ഏതർ 450Xലൊക്കെ കൊണ്ടുവരണമായിരുന്നു. ബാക്കിയുള്ള ഒരു സ്കൂട്ടികൾക്കും ഞാൻ ഈ ഒരു ഫീച്ചർ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇതിലൊരു സ്ലിപ്പ് കൺട്രോൾ എന്നും പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇതിൽ വന്നിട്ടുണ്ട്. അതായത് ട്രാക്ഷൻ കൺട്രോൾ പോലെ. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വല്ല ചെരലിലോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മണ്ണൊക്കെ ഉള്ള ഒരു സൈഡിലാണ് നമ്മൾ നിർത്തിയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു പവർ കട്ടായിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് വണ്ടി സ്കിഡായി പോവാത്ത രീതിയിലായിരിക്കും നമുക്ക് ഈ ഒരു വണ്ടിയിൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുക. അതൊരു ബെസ്റ്റ് ഒരു ഓപ്ഷൻ തന്നെയാണെന്ന് ഞാൻ പറയണത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഓപ്ഷനാണ് ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ മോഡ് ചേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട്. സ്മാർട്ട് എക്കോ എന്ന് പറഞ്ഞ മോഡിൽ നിന്ന് സിപ്പിൽ കിട്ടിയിട്ടുണ്ട്, ഇതേ കാണാം. അപ്പോൾ 450Xൽ പറഞ്ഞ പോലെ തന്നെ ഒരു പേടിപ്പിക്കുന്ന തരത്തിലുള്ളൊരു പവറൊന്നും ഈ ഒരു വണ്ടിയിൽ നമുക്ക് വന്നിട്ടില്ല. അതായത് ആക്സിലറേഷൻ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. 22 Nm ടോർക്കാണ് ഇതിൽ വരുന്നത്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇതിൻ്റെ ആക്സിലറേഷൻ. അതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുകയാണെങ്കിൽ 80 ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയാനുള്ളത്. ഓക്കെ, ഫൈൻ. നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും ഒരു പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആക്സിലറേഷനൊന്നല്ല ഈ ഒരു വണ്ടിക്കുള്ളത്. നല്ല ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആക്സിലറേഷൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് കമ്പനി പറയണത് 159 കിലോമീറ്റർ ആണ് ഇതിന് കമ്പനി റേഞ്ച് പറയണത്. എന്നാലും ഇപ്പോൾ 159 എന്ന് പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം നീറ്റായിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിലാണ് കമ്പനി 159 കിലോമീറ്റർ എന്ന് പറയുന്നത്. നിങ്ങൾ എങ്ങനെ കൈ കൊടുത്ത് ഓടിച്ചു കഴിഞ്ഞാലും സ്മാർട്ട് എക്കോയിൽ നിങ്ങൾ എങ്ങനെ കൈ കൊടുത്ത് ഓടിച്ചു കഴിഞ്ഞാലും കമ്പനി പറയണ ട്രൂ റേഞ്ച് എന്ന് പറയുകയാണെങ്കിൽ 125 ആണ്. നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കുമ്പോൾ 125 ആയിരിക്കും കാണിക്കുക. ആരെങ്കിലും വണ്ടി എടുത്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വണ്ടിയിൽ കണ്ട പോലെ തന്നെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അറിയിക്കണം തന്നെ ആയിരിക്കും വണ്ടി. അതുപോലെ തന്നെ ഈ വണ്ടിയിൽ വന്നിട്ടുള്ള വേറൊരു ഫീച്ചറാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ ജസ്റ്റ് ഇത് ആക്സിലറേഷൻ കൊടുത്തു, അതേപോലെ തന്നെ ആക്സിലറേഷൻ വിടാൻ വേണ്ടി പോകണം. അപ്പോൾ വിടുമ്പോൾ തന്നെ ഇതിൽ നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന പോലെ തന്നെ ഇതിൽ ഇവർ കൊടുത്തിരിക്കുന്ന ഫീച്ചറിൻ്റെ നെയിം എന്ന് പറയുന്നത് മാജിക് ത്രോട്ടിൽ എന്നാണ് പറയണത്. ഇപ്പോൾ നമ്മൾ ബ്രേക്ക് പിടിക്കുന്നതിൻ്റെ ചെറിയൊരു സിസ്റ്റം പോലെ തന്നെ ആക്സിലറേഷൻ വിടുമ്പോൾ തന്നെ വണ്ടി ബ്രേക്ക് പിടിക്കുന്നതിന് തുല്യമായിട്ട് വണ്ടി ജസ്റ്റ് ഒന്ന് സ്ലോ ആവും. അതോടുകൂടി തന്നെ നമുക്ക് ചാർജ് റീക്രിയേഷനും കൂടി ആവണുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജിങ് സെക്ഷനിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ചാർജിങ് ഓപ്ഷൻ തന്നെയാണ് ഇതിൽ നമുക്ക് വരുന്നത്. അതായത് ഹോമിൽ ഫിക്സഡ് ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജിങ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് പോർട്ടബിൾ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ചാർജിങ് പോർട്ട് ഉണ്ട്. പിന്നെ നമുക്ക് പവർ സ്റ്റേഷനും. അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സ്പീഡ് എന്ന് പറയുമ്പോൾ ഒരു 40 സ്പീഡിൽ പോയിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ബ്രേക്ക് ഒന്ന് പിടിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ബ്രേക്ക് ബൈറ്റ് ഇപ്പം മറ്റേ വണ്ടിനെയും കാട്ടിയും ഇതിനെ മാറ്റി നിർത്തുന്നതിൻ്റെ ഒരു ബ്രേക്ക് ബൈറ്റ് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ബാക്കിൽ വണ്ടികളില്ല. ഇത്രയും ബ്രേക്ക് ബൈറ്റ് തന്നെ ഇതിനുണ്ട്. ഇത് ഞാൻ മെയിനായിട്ടും കാണിക്കാൻ കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 450Xനെ സംബന്ധിച്ച് ഇതുപോലൊക്കെ ഒന്ന് ബ്രേക്ക് പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി പോകണൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും.
ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി വണ്ടിയാണെന്ന് പറയാനുള്ള എൻ്റെ മെയിൻ കാരണം ഇതാണ്. ഇപ്പോൾ ഇതിൻ്റെ ബ്രേക്കിംഗ് കണ്ടില്ലേ, നമ്മളെ പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ആക്സിലറേഷനും ബ്രേക്കിംഗ് ഒന്നല്ല ഈ ഒരു വണ്ടിയിൽ. അതുകൊണ്ട് തന്നെയാണ് ഏതൊരു ഇതിനെ ഫാമിലി ഓറിയൻറ്റഡ് വണ്ടിയായിട്ട് ഇതിനെ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് നോക്കാൻ പറ്റും, ഇപ്പോൾ സീറ്റിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹൈറ്റ് കൂടിയ ആൾക്കാണെന്നുണ്ടെങ്കിലും കുറഞ്ഞ ആൾക്കാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് തന്നെ ഇതിൽ നമുക്ക് ഇരുന്നുകൊണ്ട് പോകാൻ വേണ്ടി പറ്റും. അത്യാവശ്യം കയറിയിരുന്ന് ഓടിക്കണമെങ്കിൽ കയറിയിരുന്ന് ഓടിക്കാം, പിന്നിലോട്ട് ഇരുന്ന് ഓടിക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നിലോട്ട് ഇരുന്ന് ഓടിക്കാം. നല്ല വൈഡ് ആയിട്ടുള്ളൊരു സീറ്റ് തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവരിതിൽ എന്തുകൊണ്ടാണ് ടച്ച് കൊണ്ടുവരായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് എന്തോ 450X യൂസ് ചെയ്ത് ഇതിൻ്റെ ടച്ച് ഡിസ്പ്ലേയിലത്തെ ടച്ച് യൂസ് ചെയ്തിട്ട് ഇതിൽ ടച്ച് ഇല്ല എന്ന് കാണുമ്പോൾ എനിക്കതെന്തോ ഒരു ഡിസ്കംഫർട്ടായിട്ട് തോന്നുന്നുണ്ട്. എനിക്കെന്തോ ഒരു സുഖമില്ലാത്ത പോലെ. കാരണം ഈ ഒരു ജോയ്സ്റ്റിക്കിൽ എനിക്ക് അത്ര വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഈ ഒരു ജോയ്സ്റ്റിക്ക് എനിക്ക് അത്ര അങ്ങോട്ട് വർക്കാണെന്ന് എനിക്ക് എൻ്റെ ഒരു 450Xൽ എനിക്ക് ഈ ഒരു ജോയ്സ്റ്റിക്ക് അത്ര പ്രോപ്പർ വർക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നാറില്ല. ഇടയ്ക്ക് ഒരു 5 വട്ടമൊക്കെ ഇതുപോലെ ഇങ്ങനെ മുകളിലേക്ക് വണ്ടിയിലേക്കൊക്കെ ആക്കി കഴിഞ്ഞാലാണ് എൻ്റെ 450Xൽ വർക്ക് ചെയ്യാറ്. കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഈ ഒരു വണ്ടിയിൽ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയപ്പോൾ ആൾ കൂളാണ്, നീറ്റാണ്. പക്ഷെ എന്നാലും ഇതിൽ ടച്ച് വരുത്തായിരുന്നു അവർക്ക്. പിന്നെ ഏതർ 450നെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഈ ഒരു റിസ്ത സെഡിൻ്റെ വെയിറ്റ് എന്ന് പറയാനുണ്ടെങ്കിൽ ഒരു 119 kg ആണ് വരുന്നത്. കുറച്ചും കൂടി വെയിറ്റ് ഇതിൽ കൂടിയിട്ടുണ്ട്. 2 തരം ചാർജർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൽ ഒന്ന് 700 വാട്ടിൻ്റെയും ഒന്ന് 350 വാട്ടിൻ്റെയും. അതിൽ 700 വാട്ടിൻ്റെതാണെന്നുണ്ടെങ്കിൽ ഒരു 6 hours ആണ് നമുക്ക് ഇതിൽ ഫുൾ ചാർജ് ആവാനായിട്ടുള്ള ടൈം വരുന്നത്. 350 വാട്ടിൻ്റെതാണെന്നുണ്ടെങ്കിൽ 8.30 minutes ആണ് വരുന്നത്. അതായത് 8.5 മണിക്കൂറോളമാണ് നമുക്കിത് ഫുൾ ചാർജ് ആവാനായിട്ട് വരുന്നത്. 700 വാട്ടിൻ്റെ ചാർജറാണ് ഞാനൊന്നുകൂടി ഇതിലേക്ക് സജസ്റ്റ് ചെയ്യണത്. സോ നമ്മൾക്ക് ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒന്നും കൂടിയും ടൈം കുറവിൽ പെട്ടെന്ന് ഫുൾ ചാർജ് ആയി കിട്ടുകയാണെങ്കിൽ ദാറ്റ്സ് മോർ ബെറ്റർ എന്ന് കരുതിയിട്ട് എപ്പോഴും നമ്മൾ ഫാസ്റ്റ് ചാർജിങ്ങിൽ കൊണ്ടുവയ്ക്കുന്നത് അത്ര ബെറ്റർ അല്ല. വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി നോക്കുക. പയ്യെ തിന്നാ പനയും തിന്നാന്ന് പറയണ പോലെ ഇത് പയ്യെ നമ്മൾ ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് ഇതിൻ്റെ ബാറ്ററി ലോങ് ലാസ്റ്റ് ചെയ്യും. ഇതിൻ്റെ ബാറ്ററി വാറൻറ്റി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 years അല്ല എന്നുണ്ടെങ്കിൽ 60,000 kilometers, 5 വർഷം അല്ല എന്നുണ്ടെങ്കിൽ 60,000 kilometer ആണ് ഇതിന് നമുക്ക് ബാറ്ററി വാറൻറ്റി അവർ കൊടുക്കുന്നത്. അത് തന്നെ നമുക്കൊരു 5,000 rupees 5,000 രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് 5 വർഷം എന്നുള്ളത് 8 വർഷം വാറൻറ്റിയും, അതല്ലാന്നുണ്ടെങ്കിൽ 80,000 kilometer. ഇങ്ങനെയാണ് ഇതിൻ്റെ വാറൻറ്റി വരുന്നത്. നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യണതാണ് ഏറ്റവും മോർ ബെറ്റർ. എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായമാണ്. ഇപ്പോൾ എനിക്ക് 450Xലൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചേട്ടാ കൊല്ലല്ലേ എല്ലാവരും തിരക്കുള്ളവരാ, അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഏതർ 450ൽ ഞാൻ എടുക്കുന്ന ടൈമിൽ എനിക്ക് ആ ഒരു ഓപ്ഷനൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു 5,000 കൊടുത്തിട്ട് വാറൻറ്റി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. ആകെ ഒരു 5,000 രൂപയിൽ പോകണുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അത് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്തൊക്കെ എപ്പോഴൊക്കെ എന്താണ് ഉണ്ടാവുമെന്ന്. എസ് വേരിയൻറ്റിൽ തന്നെ പ്രോ പാക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റിസ്ത എസ് വേരിയൻറ്റിൽ പ്രോ പാക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാവിഗേഷൻ അവൈലബിൾ ആണ്. ഗൂഗിൾ മാപ്പ് അവൈലബിൾ അല്ല, പക്ഷെ എന്നാലും നമുക്ക് ഏരോ കീ പോലെ ആയിട്ട് നമുക്ക് നാവിഗേഷൻ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് കുറഞ്ഞിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് റിസ്ത എസ് എന്ന് പറയുമ്പോൾ. അതിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ കമ്പനി പറയണത് ഇപ്പോൾ പ്രോ പാക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 105 kilometer ആണ് കമ്പനി പറയണത്. അപ്പോൾ പക്ക ഒരു ഫാമിലിക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് റിസ്ത സെഡ് എന്ന് പറയാനുള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ റിസ്ത എസ് എന്ന് പറയാനുള്ളത്. ഇതിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് 450Xലുള്ള തന്നെയാണ്. എൻ്റെ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്യുക, ആ ഒരു വീഡിയോ പോയി കാണാമെന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കണില്ല. അതിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട്, ഇൻക്ലൂഡിങ് എക്സ്ട്രാ വന്നിട്ടുള്ള ഫീച്ചേഴ്സ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഈ ഒരു റിസ്ത എന്ന് പറഞ്ഞ ഈ ഒരു വണ്ടി നമുക്ക് തന്നിട്ടുള്ളത് ഓട്ടോ സ്റ്റാക്ക് എനർജി എന്നും പറഞ്ഞിട്ടുള്ള നമ്മുടെ പുഴയ്ക്കലത്തെ ഷോറൂമാരാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഇവരെടുത്ത് ചോദിച്ച് അറിഞ്ഞ് നിങ്ങൾക്ക് ലൈവായിട്ട് പറഞ്ഞുതരാം. അതോടുകൂടി നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോ വൈൻഡപ്പ് ചെയ്യണമായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഷോറൂമിൽ ചോദിച്ചത് പ്രകാരം ഇതിൻ്റെ ഒരു ബേസ് മോഡലിന് 110 തൊട്ടിട്ടാണ് ഇതിൻ്റെ ഒരു എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. അതേപോലെ തന്നെ ഏതർ റിസ്ത സെഡ് എന്ന് പറയാനുള്ള ഈ ഒരു വണ്ടിയുടെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ 162 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. നമുക്ക് ഈ ഒരു വണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഓട്ടോ സ്റ്റാർക്ക് എനർജി എന്നും പറഞ്ഞിട്ടുള്ള പുഴയ്ക്കലത്തെ ഷോറൂമാരാണ് ഈ ഒരു വണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇവരുടെ ഡീറ്റെയിൽസും നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. ഏതറിൻ്റെ റിസ്ത സെഡോ അല്ലാന്നുണ്ടെങ്കിൽ എസ്ഒ പുതിയതായിട്ട് എടുക്കാൻ വല്ല പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അവർ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. പിന്നെ ഏതറിൻ്റെ സർവീസിനെ കുറിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ,
അറിയാമല്ലോ. കമ്പാരിറ്റീവ്ലി എല്ലാ ഏതറിൻ്റെ സർവീസിനെ വെച്ച് നോക്കുമ്പോഴും ഇവിടെ അടിപൊളിയായിട്ടാണ്. ഇപ്പോൾ എൻ്റെ ഒരു വണ്ടി ഇപ്പോൾ 30,000 കിലോമീറ്റർ കഴിഞ്ഞ് എനിക്ക് ഇന്നേ വരെ ഒരു ലാഗും കാര്യങ്ങളൊന്നും ഇവരുടെ സർവീസിൻ്റെ സെക്ഷനിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. അത് തന്നെയാണ് ഒരു വണ്ടിയുടെ ഏറ്റവും വലിയൊരു വിജയം. നമുക്ക് ഒരു വണ്ടി യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ സർവീസ് പ്രോപ്പർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ഇതാണ് ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ. നമ്മൾ ഇത്രയും പറഞ്ഞ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോണ്. അപ്പോൾ ഇതൊക്കെയാണ് ഏതർ ക്രിസ്റ്റ സെഡിൻ്റെ വിശേഷങ്ങൾ.